ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ മുടിയുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള എണ്ണയാണ് ഇവിടെ പറയുന്നത്. മുടി നന്നായിട്ട് തഴച്ച് വളരാനും അതുപോലെ പെട്ടെന്ന് നരയ്ക്കാതിരിക്കാനും മുടി കൊഴിച്ചിലിനൊക്കെ ഉള്ളൊരു പ്രതിവിധിയാണിത്. അപ്പോൾ എങ്ങനെയാണ് ഈ എണ്ണ കാച്ചുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. എണ്ണ കാച്ചാനായിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ എണ്ണയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന എണ്ണയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഈ കൂട്ടിൻ്റെ അളവിലും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പിടി മൈലാഞ്ചി ഇലയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ മൈലാഞ്ചി ഇലയുടെ ഗുണങ്ങളൊക്കെ അറിയാലോ, നമ്മുടെ മുടിനെ എപ്പോഴും കറുപ്പായിട്ടിരിക്കാൻ സഹായിക്കും. പിന്നെ എടുത്തിരിക്കുന്നത് കൈതോന്നിയുടെ ഇലയാണ്. കൈതോന്നിയെന്നോ കയ്യുന്നിയെന്നൊക്കെ പറയും. അപ്പോൾ ഇതും ഞാൻ ഒരു പിടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ 5 ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി തുളസി ഇല എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പിടി കറിവേപ്പില ഇല എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന കറ്റാർവാഴയാണ്. ഇത് 2 തണ്ട് കറ്റാർവാഴയാണ് എടുത്തേക്കുന്നത്. മുള്ളൊക്കെ ചെത്തി വെച്ചേക്കുകയാണ്. പിന്നെ 5 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. 2 നുള്ള് ഉലുവ എടുത്തിട്ടുണ്ട്. പച്ച ഉലുവയാണിത്. പിന്നെ 20 കുരുമുളകിൻ്റെ മണികളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിനി ബ്രഹ്മിയോ നീലാമരിയുടെ ഇലയൊക്കെ കിട്ടുകയാണെങ്കിൽ അതും കൂടിയൊക്കെ ചേർക്കാം. അത് കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് എണ്ണ കാച്ചിയെടുക്കാൻ പറ്റും. ഇതിൽ ജീരകം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒന്നുകിൽ അമ്മിയിൽ വെച്ച് നന്നായിട്ട് അരയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ തന്നെ അരച്ചെടുക്കാം. ഇനി എങ്ങനെയാണ് ഈ എണ്ണ കാച്ചുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എണ്ണ കാച്ചാനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. ഇരുമ്പിൻ്റെ തന്നെ എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഉരുളി എടുക്കുക. ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് നാടൻ എണ്ണയാണ്, നമ്മുടെ കൊപ്രയാട്ടി എടുക്കുന്ന നാടൻ വെളിച്ചെണ്ണയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ എടുക്കുക. ഇല്ലാതെ നമ്മുടെ പാക്കറ്റിൽ കിട്ടുന്ന വെളിച്ചെണ്ണയൊന്നും കഴിവതും ഉപയോഗിക്കാതിരിക്കുക. അതൊന്നും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വിചാരിക്കുന്ന ഫലം ഒരിക്കലും കിട്ടുകയില്ല. ഇനി ഈ എണ്ണ നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ അരച്ച കൂട്ട് ചേർത്ത് കൊടുക്കാവൂ. ഈ കൂട്ട് ചേർക്കുമ്പോൾ ആദ്യം നന്നായിട്ട് പതഞ്ഞു പൊങ്ങും. അതുകൊണ്ട് ദൂരെ നിന്നിട്ട് വേണം കൂട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ആവി നമ്മുടെ കയ്യിലും പുറത്തൊക്കെ അടിക്കും. അപ്പോൾ കൂട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുക. അതിനുശേഷം നമുക്കിത് സിമ്മിലാക്കാം. ഇനി ഇത് കൈയെടുക്കാണ്ട് തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വേറെ പണിക്ക് പോകാമെന്നൊന്നും വിചാരിക്കല്. ഇതിൻ്റെ അടുത്ത് നിന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കൂട്ടൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഈ എണ്ണ കാച്ചാനായിട്ട് ഇതുപോലത്തെ അടികട്ടിയുള്ള ഒരു ഇരുമ്പ് ചട്ടി എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഉരുളി എടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കഴിവതും ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ഫലം കിട്ടുകയില്ല. ഇപ്പോൾ നമ്മുടെ എണ്ണയുടെ 2ാമത്തെ സ്റ്റേജ് എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഈ കൂട്ടൊക്കെ ഏകദേശം ഒരുവിധം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ആയിട്ടില്ല, എന്നാലും ഒരുവിധം മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. എന്നാൽ പെട്ടെന്ന് തന്നെ ഇത് മുരിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. ഇത് സിമ്മിൽ കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞ് തന്നെ കിട്ടണം. ഇപ്പോൾ നമ്മുടെ എണ്ണയുടെ 3ാമത്തെ സ്റ്റേജ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ എണ്ണയുടെ പതയൊക്കെ നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ ഈ എണ്ണയ്ക്ക് നല്ലൊരു പച്ച കളർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ജീരകമില്ലേ, ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉണ്ടോ, ഇപ്പം ഞാൻ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ജീരകം നന്നായിട്ട് പൊട്ടി വരുന്നുണ്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ നല്ലൊരു മണം കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ എണ്ണ റെഡി ആയോ എന്ന് അറിയാനും വേണ്ടിയിട്ടാണ് ഈ ജീരകം ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ജീരകം പൊട്ടി വരികയാണെങ്കിൽ നമ്മുടെ എണ്ണ റെഡിയായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇരിക്കും തോറും കുറച്ചും കൂടെ ഈ കൂട്ടൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടും. അപ്പോഴത്തേക്ക് നമ്മുടെ എണ്ണയുടെ കളറൊക്കെ ആകെ മാറിയിട്ട് നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടും. പിന്നെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ നീലാമരിയോ അതുപോലെ ബ്രഹ്മിയോ പിന്നെ ചെമ്പരത്തി പൂവോ മൊട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണെങ്കിൽ അത്രയും നല്ലത്. പാക്കറ്റിലെ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഇനി ഇത് അരിച്ചെടുത്ത് സൂക്ഷിക്കുന്നതിനും കുറച്ച് രീതികളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ടും അത് തിളയ്ക്കുന്നുണ്ടോ. അപ്പോൾ കുറച്ചും കൂടി ഈ കൂട്ടൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടും. അതിനുശേഷം ഈ എണ്ണ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് ഉടനെ തന്നെ അരിച്ചെടുക്കരുത്. ഇന്നിപ്പോൾ ഇതുപോലെ തന്നെ വച്ചേക്കുക. ഒരു ദിവസം ഈ ചീനിച്ചട്ടിയിൽ ഇതുപോലെ തന്നെ എണ്ണ വച്ചേക്കുക, അനക്കാണ്ട് തന്നെ വച്ചേക്കുക.
അതിനുശേഷം നമ്മൾ എപ്പോഴാണോ എണ്ണ കാച്ചിയത് പിറ്റേ ദിവസം ആ സമയമാകുമ്പോഴത്തേക്ക് ഇതൊരു കോട്ടൺ തുണിയിലേക്ക് നന്നായിട്ട് അരിച്ചെടുക്കുക. കോട്ടൺ തുണിയോ അരിപ്പയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. നന്നായിട്ട് അരിച്ചെടുക്കുക. അതിനുശേഷം വെള്ളം ഈർപ്പമില്ലാത്ത കുപ്പിയിലോ സ്റ്റീൽ പാത്രങ്ങളിലോ ആക്കിയൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ചൂടോടുകൂടി ഒരു പാത്രം വെച്ചും അടയ്ക്കാനും പാടില്ല. കാരണം ഈർപ്പം വന്നിട്ട് ഈ എണ്ണ പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇതൊരു പാത്രം വെച്ച് മൂടി വയ്ക്കുക. അതുപോലെ പിറ്റേ ദിവസം ഇത് അരിച്ചെടുക്കുകയും ചെയ്യണം. പിന്നെയുള്ളത് ഞാനിവിടെ 1/2 ലിറ്റർ എണ്ണയുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1 ലിറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മുടെ പച്ചിലയുടെ കൂട്ടും കൂടി എടുക്കുക. അതിൽ കറിവേപ്പിലയും കൈതോന്നിയും കുറച്ചധികം എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മുടിക്ക് എപ്പോഴും നല്ലതാണ് കൈതോന്നിയും അതുപോലെ കറിവേപ്പിലയും. അപ്പോൾ ഇത് കുറച്ചധികം എടുത്തെന്നും പറഞ്ഞ് യാതൊരു കുഴപ്പമില്ല. ചിലർക്ക് കറിവേപ്പിലയുടെ സ്മെല്ല് അധികം ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് കുറച്ചെടുത്താൽ മതിയാകും. ഇനി ഈ എണ്ണയൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഈ മുരിഞ്ഞ കൂട്ടില്ലേ, ഇത് കൊച്ചു പിള്ളേരുടെ ദേഹത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കുളിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ദേഹത്തിന് നന്നായി സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് വരണ്ട ചർമ്മം കാണുകയില്ല. അങ്ങനെയൊക്കെയാണ് പണ്ടുള്ള മുത്തശ്ശിമാർ പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം, പെട്ടെന്ന് ഇത് അരഞ്ഞു പോകുന്ന പരുവായിട്ടുണ്ടാകും. അതുപോലെ സിമ്മിൽ വെച്ചിട്ട് വേണം ഈ എണ്ണ കാച്ചാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം ഉപയോഗിക്കുക. അതിനുശേഷം താളി ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.